ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാവരച്ച മിക്സിയുടെ ജാറാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള ജാറുകൾ ഞാൻ എങ്ങനെ ക്ലീൻ ആക്കിയിരുന്നതെന്നറിയോ? ആദ്യം ഒന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ നനച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കും. അതിനുശേഷം നല്ല വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഈ ജാറിൻ്റെ ഓരോരോ പാർട്സും എടുത്ത് ശരിക്കും വൃത്തിയായിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. അതിൻ്റെ ടോപ്പിലുള്ള ചെറിയ ക്യാപ്പും അതുപോലെ തന്നെ ആ ബ്ലേഡിൻ്റെ ഇടയിലും അതിൻ്റെ ലിഡിൽ വരുന്ന വാഷറും ഒക്കെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് കയറി ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒരു പ്രാവശ്യമല്ല കേട്ടോ, 2-3 പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് നന്നായിട്ട് ആ മൂടിയൊക്കെ അടച്ച് കുലുക്കി നല്ല വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് അത് ഉണക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ജാറ് നന്നായിട്ട് ക്ലീനായി തോന്നണില്ലേ? പക്ഷേ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കഴുകി ഉണക്കി നിങ്ങൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലേഡിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലത്ത് ഒരുപാട് അണുക്കളും പുഴുക്കളും ഒക്കെ വന്ന് നിറഞ്ഞ് നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ബ്ലേഡ് മൂടത്തക്ക വിധത്തിൽ വെള്ളം നിറച്ച ശേഷം അടച്ച് വെച്ച് കറണ്ട് ഓൺ ചെയ്തിട്ട് 1-2 പ്രാവശ്യം മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മൾ ഇത്രയും നേരം ക്ലീൻ ആയി എന്ന് വിചാരിച്ചിരുന്ന ജാറിലെ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്ക്. വാവ്, കളർഫുൾ അല്ലേ? ദാറ്റ് മീൻസ് ഇത് ക്ലീൻ ആയിരുന്നില്ല ഗൈസ്. അപ്പോൾ ഇത്രയും നേരം മെനക്കെട്ട് ഇത് ക്ലീൻ ആക്കിയെടുത്ത നമ്മളാരായി? പോട്ടെ. ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ ഈ വെള്ളം നിറയ്ക്കൽ പരിപാടി 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ അടിച്ചെടുക്കുന്ന വെള്ളം നല്ല ക്ലീൻ വെള്ളമായിട്ട് തിരിച്ച് കിട്ടുന്നത് വരെ നമ്മൾ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇച്ചിരി മെനക്കെടുള്ള പണിയാണ്, എന്നാലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇതുപോലെ ക്ലീൻ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു സഹായം ചോദിക്കട്ടെ. എൻ്റെ ജാറിൻ്റെ അടുപ്പിൽ വരുന്ന വാഷറിൻ്റെ കോലം കണ്ടോ? ഇതിലൊരു തരം കറുത്ത കൊഴുപ്പുള്ള കറ പറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനിത് എങ്ങനെയൊക്കെ ക്ലീൻ ആക്കാൻ ശ്രമിച്ചിട്ടും ക്ലീൻ ആവണില്ല കേട്ടോ. ഞാൻ വൃത്തിയാക്കാത്തതുകൊണ്ടല്ല ഇതിൻ്റെ ഈ കറ പോവാത്തത്. പല മെത്തേഡും ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെ പോയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ.